ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വിഷു സ്പെഷ്യൽ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം. കാലത്ത് 2 ഗ്ലാസ് വെള്ളം അകത്താക്കി പണി ആരംഭിച്ചു. ഇലയടയായിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം. ഇലയട മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഇലയട തന്നെ ആക്കാമെന്ന് വിചാരിച്ചത്. സ്പെഷ്യൽ ഡേയ്സിൽ ഇലയട, നെയ്പ്പത്തൽ, പൂരി അങ്ങനത്തെ വിഭവങ്ങൾ ഉണ്ടാക്കുന്നത്. ഇന്ന് ഇലയട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ചായ എനിക്ക് നിർബന്ധമാണ്. അടയോടൊപ്പം ചായയും അടിച്ചു. മധുരം ആയതുകൊണ്ട് തന്നെ കടല വേവിച്ചതും ഉണ്ടായിരുന്നു. എല്ലാ മസാലകളും നിറച്ച് തേങ്ങ ചിരണ്ടി കടലയും ഉണ്ടായിരുന്നു. മധുരം അധികം കഴിക്കാൻ കാലത്ത് തന്നെ എനിക്ക് പറ്റില്ല, അതുകൊണ്ട് തന്നെ കുറച്ച് കടലയും ഇതുപോലെ വേവിച്ച് കഴിച്ചു. അപ്പോൾ നിങ്ങളെ വിഷുവൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻ്റ് ഇടാൻ മറക്കല്ലേ. ആദ്യ വിഷു ആയിരുന്നു. ആദ്യ വിഷു ഞങ്ങൾ എൻ്റെ വീട്ടിലാണ് ആഘോഷിച്ചത്. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി. അവിടെ എത്തിയ ഉടനെ തണ്ണിമത്തനാണ് കഴിച്ചത്. ചായ വേണ്ടാന്ന് പറഞ്ഞു. നല്ല ചൂടായിരുന്നു ഇവിടെ. ചൂട് സഹിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് തന്നെ ചായ വളരെ കുറവാണ്. ഞങ്ങൾ തണ്ണിമത്തൻ കഴിച്ചു. ഇത് എൻ്റെ അമ്മയുടെ അമ്മയാണ്. ഞാനിവിടെ കൊടുത്ത കോടിയെല്ലാം കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഊണിൻ്റെ സമയമായി. സദ്യ ആയിരുന്നു ഉണ്ടായിരുന്നത്. സദ്യ എല്ലാം എടുത്ത് വെച്ച് വിളമ്പാൻ റെഡിയായി എടുത്തു വെച്ചിരിക്കുകയാണ്. കുഞ്ഞുങ്ങളും അച്ഛനും ഏട്ടനും ഒക്കെ ആദ്യം ഇരുന്നു. അതിനുശേഷമാണ് ഞാനും അമ്മയൊക്കെ കഴിക്കാനിരുന്നത്. അങ്ങനെ എല്ലാ സ്പെഷ്യൽ ഐറ്റംസും ഓരോന്നോരോന്നായി എൻ്റെ ഇലയിലേക്ക് വിളമ്പുകയാണ്. ഞാൻ കഴിച്ചതാണ് ഇതൊക്കെ. അപ്പോൾ എനിക്ക് വേണ്ടത് മാത്രം കുറച്ച് കഴിക്കാറുള്ളൂ. കുറച്ചെടുത്ത് ഫസ്റ്റ് ചോറ് കുറച്ചാണ് ഇന്ന് കഴിക്കാൻ പറ്റും. കുറേ ഐറ്റംസ് ഉണ്ട്, അപ്പോൾ ചോറ് കഴിക്കാൻ എനിക്ക് പറ്റലേ ഇല്ല. സ്പെഷ്യൽ ഡേയ്സിൽ എനിക്ക് ഭക്ഷണം കുറവായിരിക്കും. ഐറ്റംസ് കുറേ ഉള്ളത് കൊണ്ട് ഭക്ഷണം അധികം കഴിക്കാൻ പറ്റില്ല. കുറച്ച് എല്ലാം കഴിച്ചിട്ട് നന്നായിട്ട് കഴിക്കാനും പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അവസാനം ചോറൊക്കെ കഴിച്ചു. അമ്മയും ഞാനുമാണ്. നോക്കൂ, അമ്മയും ഇരിക്കുന്നുണ്ട്. ഇതെൻ്റെ അമ്മയാണ്. അമ്മയും ഞാനുമാണ് ഒരുമിച്ചിരിക്കുന്നത്. ബാക്കി എല്ലാവരും കഴിച്ചു. അങ്ങനെ അന്നത്തെ ദിവസം ഉച്ചഭക്ഷണവും ബേഷായി കഴിച്ചു. അതിനുശേഷം ഒരു പാലട ആയിരുന്നു, അതും കഴിച്ചു. പിന്നെ രാത്രി ആയപ്പോൾ ഞങ്ങൾക്ക് അമ്പലത്തിൽ ചെറിയ പരിപാടി ഉണ്ടായിരുന്നു. അമ്പലത്തിൽ നിന്ന് ഈ പ്രസാദവും കഴിച്ചു. ബൈ ബൈ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.